ഉറക്കം എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പക്ഷെ ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം ഉറങ്ങാതെ ഇരുന്നാൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? പണ്ട് കാലത്ത് റഷ്യയിൽ അവർ ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ്, ഒരു പരീക്ഷണമുണ്ട്. പറഞ്ഞു തരാം, ഇപ്പം ശരിയാക്കി തരാം. 1940 സോവിയറ്റ് റഷ്യയിൽ നടന്ന അതിക്രൂരമായ ഒരു പരീക്ഷണത്തിൻ്റെ പേരാണ് ദി റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെൻറ്റ്. ഒരു മാസം മനുഷ്യൻ ഉറങ്ങാതെ തുടരുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന പരീക്ഷണം നടത്താൻ വേണ്ടിയായിരുന്നു അവരത് ചെയ്തത്. അതിനുവേണ്ടി അവർ 5 തടവുകാരെ തിരഞ്ഞെടുക്കുകയും പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയാൽ അവരെ വെറുതെ വിടുമെന്നും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എക്സ്പെരിമെൻറ്റിന് വേണ്ടി തടവുകാരെ അടച്ചിരിക്കുന്ന മുറിയിലേക്ക് മാറ്റി അവർക്കായി ഒരു മാസത്തേക്ക് വേണ്ട എല്ലാവിധ ആഹാരവും വെള്ളവും പുസ്തകങ്ങളും കിടക്കാൻ വേണ്ടിയുള്ള കിടക്കകൾ എന്നിവ ഒരുക്കി ഉറക്കം തടയാൻ ഒരു പ്രത്യേക വാതക മുറിയിലേക്ക് സ്ഥിരമായി പ്രവേശിപ്പിച്ചു. തടവുകാരുമായി ആശയവിനിമയം നടത്താൻ വേണ്ടി മൈക്രോഫോൺ, ഇന്റർകാം എന്നിവ സ്ഥാപിച്ചു. അന്വേഷണം നടത്തുന്നവർ അറക്കകത്ത് നേരിട്ട് പ്രവേശിക്കാതിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യത്തെ 4 ദിവസങ്ങൾ തടവുകാർ സാധാരണ നിലയിലായിരുന്നു. 5-ാം ദിവസമാവുമ്പോഴും ഒരാൾ തുടർച്ചയായി അവിശ്വസനീയമായ കഥകൾ പറയാൻ തുടങ്ങി. 6-ാം ദിവസം അവർ ചിത്തഭ്രമത്തിലായി, അതായത് പരസ്പരം ഭ്രാന്ത് പോലെ പെരുമാറാൻ തുടങ്ങി. 7-ാം ദിവസത്തോടെ അവരുടെ ശബ്ദം വ്യത്യസ്തമായി തുടങ്ങി. 10-ാം ദിവസം അവർ ഉച്ചത്തിൽ നിലവിളിക്കാനും വസ്തുക്കൾ അടിച്ചു തകർക്കാനും തുടങ്ങി. പിന്നാലെ സീക്ക് സീക്ക് എന്ന ഒരേ ഒരു ശബ്ദം മാത്രം. അങ്ങനെ 14-ാം ദിവസമാകുമ്പോഴത്തേക്കും ഒരു പ്രതികരണവും ഉണ്ടായില്ല. ശാസ്ത്രജ്ഞരെ വാതകം നിർത്തി അറ തുറന്നപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. ഒരാൾ മരിച്ച നിലയിൽ കിടക്കുന്നു. മറ്റ് 4 പേരും അവൻ്റെ ശരീരം കീറിപ്പറിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് കൊടുത്ത ഭക്ഷണം തീർന്നതിനാൽ മറ്റു 4 പേര് കഴിഞ്ഞ ദിവസങ്ങളിലായി ആ മരിച്ചു കിടക്കുന്ന ആളിൻ്റെ തുടയിലെയും നെഞ്ചിലെയും മാംസം മാന്തിപ്പറിച്ച് തിന്നതാണെന്ന് മനസ്സിലാക്കി. അവരാകട്ടെ ശരീരത്തിലെ മാംസങ്ങളൊന്നുമില്ലാതെ പല്ലുകൾ ഉന്തി വിരൂപരായിരിക്കുന്നു. കതക് തുറന്ന് ചിലർ വരുന്നത് കണ്ട അവർ അക്രമാസക്തരായി. വല്ലാതെ ഒരു ശബ്ദത്തോടെ അവരെ ഉപദ്രവിക്കാനായി ശ്രമിച്ചു. അത് കണ്ട് ഭയന്ന ശാസ്ത്രജ്ഞര് അവരുടെ അടുത്തേക്ക് പോകാതെ നിന്നു. അപ്പോൾ അവർ 4 പേരും ഒരു അട്ടഹാസത്തോടെ പരസ്പരം ആക്രമിക്കാൻ തുടങ്ങി. അവരെ പുറത്തു കൊണ്ടുവന്നാലേ പഴയ രീതിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയില്ല എന്ന് മനസ്സിലായ അധികാരികളെ അവരെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. എന്തായാലേ ഒരു ഉറക്കം എന്നൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്ന് ഈ കഥ നമുക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു തരും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായ, ഏറ്റവും അത്യാവശ്യമായ ഈ ഉറക്കത്തെ അനാവശ്യമായി പാഴാക്കാതെ നമ്മൾ പറ്റുന്നത്ര നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റ.